ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പം മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ ഈ സൗണ്ട് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിന് കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ചിലരൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കാം ഷോർട്സിലൂടെയൊക്കെ. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ഷോർട്സിലൂടെയൊക്കെ ഈ ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എങ്ങനെയായിരുന്നു എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എനിക്ക് യൂട്യൂബ് റവന്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പം എത്ര എമൗണ്ട് കിട്ടി, എങ്ങനെയാണ് കിട്ടിയത്, എന്താണ് ഇത്രയും കിട്ടാൻ വൈകിയത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ശരണ്യ എന്നാണ്. അതുപോലെ തന്നെ ഞാൻ സീറ്റിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒരു കൊല്ലം ജില്ലക്കാരിയാണ്. അതുപോലെ തന്നെ ഞാൻ ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിലാണ്. അപ്പം പിന്നെ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസിലെടുത്തു. അതിനുശേഷം മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ MCA കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 7-8 വർഷമായിട്ട് ഞാൻ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വെച്ചിട്ടൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ PSC കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. PSC കോച്ചിങ് 1-2 വർഷം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കൊറോണ വരികയും എനിക്ക് PSC കോച്ചിങ് അവിടെ നിർത്തേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ഞാൻ ട്യൂട്ടറിലേക്ക് തന്നെ പോവുകയും ഇപ്പോഴും ആ ഒരു പോസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കറൻ്റ്ലി CDT ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ സബ്ജക്റ്റ് കമ്പ്യൂട്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും എടുക്കുന്നത്. അപ്പം മിക്കവരും പറയും ബാക്കിയുള്ള സബ്ജക്റ്റ് GK ആയാലും അല്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ക്ലാസ്സുകൾ വേണമെന്ന് കൂടുതലും പറയും. പക്ഷേ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സബ്ജക്റ്റാണ്, കമ്പ്യൂട്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കമ്പ്യൂട്ടറിന് പ്രാധാന്യം നൽകുന്നത്. പിന്നെ PSC പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാസ്സായി. നിങ്ങളെപ്പോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഹയറും ലോവറും ഒക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ടൈപ്പ് റൈറ്റിംഗ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് എക്സാം എഴുതാൻ പോയപ്പോഴാണ് എനിക്ക് കൂടുതലും കമ്പ്യൂട്ടർ ടോപ്പിക്കുകളിൽ നിന്നുമാണ് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നതെന്നും ആ ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം എനിക്ക് വലിയ പ്രയാസമില്ലാത്ത ഭാഗമായിരുന്നു. ആ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്കുകൾ എനിക്ക് നേടാൻ പറ്റും. പക്ഷേ എനിക്ക് കൂടുതലും മാർക്കുകൾ പോയിരുന്നത് ഇംഗ്ലീഷ്, മലയാളം, ടൈപ്പ് റൈറ്റിംഗ് ആ ഭാഗത്തു നിന്നൊക്കെ ആയിരുന്നു. പക്ഷേ ടൈപ്പ് റൈറ്റിങ്ങും പിന്നീട് ഞാനത് ടൈപ്പ് റൈറ്റിംഗ് പോർഷൻ ഞാൻ അതിന് വേണ്ടിയിട്ട് പഠിച്ചെടുത്തു. പക്ഷേ ഇപ്പോഴും എനിക്ക് പ്രയാസമുള്ളത് മലയാളം, ഇംഗ്ലീഷ് ആ ഒരു ഭാഗത്തു നിന്നാണ് കൂടുതൽ മാർക്കുകൾ പോകുന്നത്. അപ്പോൾ എനിക്ക് അറിയാവുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ അതാണ് ക്ലാസ് ചെയ്യുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ അതിലുള്ള ആൻസർ കീ വെച്ചിട്ട് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം ഇംഗ്ലീഷും അതിൽ നിന്നും കിട്ടും. ആ ഒരിത് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ ബാക്കി ക്ലാസ്സുകൾ GK അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളമൊക്കെ കൂടുതൽ വേണം എന്ന് പറയുന്നവരോടാണ് ഞാൻ പറയുന്നത്. മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്ന അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ക്ലാസ് കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിക്കിൽ നിന്നായതുകൊണ്ടാണ് കൂടുതലും ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ മാത്രമേ എടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന ഈ ഒരു ചാനലിലേക്ക് വരാനുണ്ടായ കാര്യം, അതായത് ആദ്യമേ ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി പറയാം. ആദ്യമേ ഞാനൊരു കൊറോണയ്ക്കൊക്കെ ആ ഒരു സമയമൊക്കെ ആയ സമയത്ത് ഇപ്പോൾ അല്ലൂസ് വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനലായിരുന്നു ആദ്യമേ തുടങ്ങിയത്. അതിൽ ജസ്റ്റ് മോൻ്റെ വീഡിയോസൊക്കെ ഇടുന്ന ഒരു ചെറിയൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ കിട്ടുന്ന വീഡിയോസൊക്കെ ഇട്ട് ഷോർട്സൊക്കെ ഇടുന്ന ഒരു ചാനലായിരുന്നു. പിന്നീട് ടൈപ്പിസ്റ്റ് എക്സാം വന്നപ്പോൾ, അതിന് മുന്നേ ടൈപ്പിസ്റ്റ് എക്സാമൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കൂടുതൽ ഞാൻ അതിന് വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല. കമ്പ്യൂട്ടർ പോർഷനൊക്കെ കിട്ടുന്നുണ്ട്. പിന്നാണ് എനിക്ക് മനസ്സിലായത് കമ്പ്യൂട്ടർ പോർഷനും അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങും മലയാളം ഇംഗ്ലീഷും കൂടുതൽ കമ്പ്യൂട്ടർ എങ്ങനെയെങ്കിലും കിട്ടും. പക്ഷേ മലയാളം ഇംഗ്ലീഷും കൂടുതൽ ഫോക്കസ് ചെയ്താലേ അതിൽ മാർക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാനിങ്ങനെ എല്ലാ ചാനലുകളിലൊക്കെ നോക്കുകയും അതുപോലെ തന്നെ ടെലഗ്രാമിലെ ടൈപ്പിസ്റ്റ് ഓൾ കേരള ടൈപ്പിസ്റ്റോ അങ്ങനെ ഒരു ടൈപ്പിസ്റ്റിൻ്റെ ഒരു ബാച്ച് ഉണ്ട്, ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ഡൽഹി ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റൊക്കെ എക്സാം നടന്ന ആ ഒരു സമയം ആയപ്പോഴത്തേക്കാണ് നമ്മൾ കൂടുതലും ഇതിനെ പറ്റിയിട്ട് സിലബസ് വൈസ് ഒക്കെ പഠിച്ച് തുടങ്ങാനും ഒക്കെ പറ്റി, ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയത്. ഏത് പോർഷൻ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത്.
ആ ഒരു സമയത്താണ് ഞാൻ ആ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ആ ചാനലിൽ അവരെന്താണ് കുറച്ച് പേര് ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് കമ്പൈൻ സ്റ്റഡി ആയിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പൈൻ സ്റ്റഡിയിലൊക്കെ ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തിരുന്ന സമയത്ത് അവിടെ എന്നും ഒരു രാത്രി സമയം 9 മണിയൊക്കെ ആണെന്ന് തോന്നുന്നു ടൈം. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും കമ്പൈൻ സ്റ്റഡി അവർ തന്നെ കമ്പൈൻ സ്റ്റഡി നടത്തും. ടെക്സ്റ്റുകളൊക്കെ വായിച്ച് അതിലുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി അവർ കൂടുതൽ കമ്പ്യൂട്ടറിനെ പറ്റി അവർക്ക് അറിയത്തില്ല, എന്നാലും അവരത് വെച്ചിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അത് വർക്ക് ചെയ്യും, ഓരോന്നും എങ്ങനെയാണ് വരുന്നത്, അത് അവർ പറഞ്ഞ് പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അത് കണ്ട് പഠിച്ച് അവർക്ക് കുറച്ചുകൂടി ഒരു മനസ്സിലാവും. അപ്പം എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ, ഞാൻ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് എടുക്കാം, കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ അവരെടുക്കുന്ന ആ ഒരു സമയം, എനിക്കിപ്പോൾ ഞാൻ വർക്ക് ചെയ്യുകയാണ്, വർക്ക് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലായാലും നമുക്ക് പല ജോലികളും തിരക്കുകളൊക്കെ കാണാം. അപ്പം അവരാ പഠിക്കാതിരിക്കുന്ന ആ ഒരു ടൈമിൽ എനിക്ക് അവർക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ അപ്പം ഞാൻ ചിന്തിച്ചു, എന്താ എനിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, അതിനകത്ത് എനിക്ക് പറ്റുന്ന ടൈമിൽ കുറേശ്ശെ ക്ലാസ് എടുത്തിട്ട് അത് ഇടുവാണെന്നുണ്ടെങ്കിൽ അതിൽ കണ്ട് പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം അത് കണ്ട് പഠിക്കട്ടെ, ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ആദ്യമേ ഞാൻ തോന്നുന്നു നാരങ്ങ മിഠായി എന്ന് പറയുന്ന ഒരു ചാനൽ പേര് മാറ്റി പിന്നീടാണ് ഈ മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റിയത്. അതുപോലെ തന്നെ അതിൽ ഞാൻ യൂട്യൂബിലെ ക്ലാസ്സുകൾ വേഡിൻ്റെ ആയാലും എക്സലിൻ്റെ ആയാലും കമ്പ്യൂട്ടർ ബേസിക് ആയാലും പവർ പോയിൻ്റ് ഇങ്ങനെ ക്ലാസ്സുകൾ ഇട്ടിട്ട് ആ ലിങ്കുകൾ ഞാൻ ആ ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പം ഒരുപാട് പേര് അതിൽ നിന്ന് കയറി കണ്ടു, ക്ലാസ്സുകൾ കണ്ടു, ഇഷ്ടപ്പെട്ടു, മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് കമൻസുകളൊക്കെ പറഞ്ഞു. പിന്നെ അവർ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ടെലഗ്രാം ചാനലിൽ ഈ ഒരു ക്ലാസ് ഇങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ എല്ലാവരും വന്നിരുന്ന് പഠിക്കുന്ന ഒരു ടൈമിൽ ചിലപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ക്ലാസ് ഇടുന്നത്. അപ്പോൾ എനിക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ ആ ഒരു സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ക്ലാസ് റെക്കോർഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ലിങ്ക് ഇട്ട് കൊടുക്കുക. അപ്പം മാക്സിമം കാണാൻ പറ്റുന്നവർ അങ്ങനെ കണ്ട് പഠിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ആ ഒരു ടൈപ്പിസ്റ്റ് എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ഏതോ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഈ ഒരു ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് എന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിലോട്ട് മെസ്സേജ് അയക്കാനോ ഒന്നും പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഈ ക്ലാസ്സുകൾ ഇങ്ങനെ ലിങ്ക് ഇടുന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, ആർക്കെങ്കിലും പ്രയോജനം ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഒരുപാട് പേര് ജോയിൻ ചെയ്യുകയും ഒരുപാട് പേർക്ക് പ്രയോജനം ഉണ്ടായി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ അങ്ങനെയുള്ള കമൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു ഇഷ്ടമാണ്. ഈ ഒരു യൂട്യൂബ് ഏണിങ്സിനെക്കാട്ടിലുപരി ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അത്രത്തോളം പ്രയോജനം ഉണ്ടാവുന്നെങ്കിൽ, ഇപ്പം എന്നെപ്പോലെ തന്നെയാണ്, ഇപ്പോൾ അറിയാതൊരു കാര്യം പഠിക്കുന്നതിലും പ്രാക്ടിക്കലി കണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ അവരെന്നെ അതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും എനിക്ക് ആ ഇതിലോട്ട് ടെക്സ്റ്റോ മെസ്സേജോ ഒന്നും ആ ഒരു ഗ്രൂപ്പിലോട്ട് അയക്കാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് അടുത്തൊരു എക്സാം വന്നപ്പോൾ അപ്പോൾ എല്ലാവരും എന്നോട് കമൻറ്റിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെ PDF നോട്ട്സ് കിട്ടാൻ സാധ്യതയുണ്ടോ, PDF കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് ഇട്ടപ്പോഴാണ് ഞാൻ എന്നാ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയാൽ എന്താ എന്ന് ചിന്തിക്കുകയും അങ്ങനെ ഞാൻ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങുകയും ചെയ്തു. അത് മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേറൊരു സിം ഉണ്ടായിരുന്നു. ആ സിം വെച്ചിട്ടാണ് ഞാൻ ടെലഗ്രാം ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ക്ലാസ്സുകൾ എടുക്കുകയും അപ്പോൾ എനിക്ക് ഒരുപാട് സമയം, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നതിന് ശേഷം വേണം ക്ലാസ് എടുക്കാൻ, പിന്നെ PDF നോട്ട്സ് തയ്യാറാക്കണം. എപ്പോഴും ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടാനും പറ്റത്തില്ല ഈ സമയക്കുറവുകൾ കാരണം. എന്നാലും ഞാൻ മാക്സിമം PDF നോട്ട്സ് ഒക്കെ അതിനകത്ത് ഇടാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു മാസ്റ്ററിങ് എഡ്യൂടെക് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിലെ നോട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ഇടയ്ക്ക് ഈ ഒരു ഓണമൊക്കെ ആയ സമയം ആയപ്പോഴത്തേക്കും എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിട്ട് പുതിയ ഫോൺ എനിക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ടെലഗ്രാം ചാനൽ എടുത്ത സമയത്ത് ആ സിം ഇടയ്ക്ക് വെച്ച് ഞാൻ യൂസ് ചെയ്യാതിരുന്ന് കട്ടാവുകയും പിന്നെ ആ ഒരു ചാനൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെയും വന്നു. അപ്പോൾ നമ്മുടെ ഈ കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ PDF നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഒരു ചാനൽ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതായിപ്പോയത്. അതിനുശേഷം എനിക്ക് PDF നോട്ട്സ് ഒന്നും അത് ഇടാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആ ഒരു ചാനൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ആ ഒരു സിം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്കതിൽ ആ ഒരു ചാനൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതും ആ ഒരു അവസ്ഥയിൽ കിടക്കുവാണ്.
പിന്നെ ആ ഒരു കഴിഞ്ഞ LD ടൈപ്പിസ്റ്റ് എക്സാം കഴിഞ്ഞ സമയത്താണ് എൻ്റെ ചാനലിൽ ഇപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ക്ലാസ്സുകൾ കണ്ടിട്ട് വന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസൊക്കെ ആയപ്പോഴാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. മോണിറ്റൈസേഷൻ ആയി പിന്നെ നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നില്ല. ഈ ടൈപ്പിസ്റ്റ് എക്സാം ഒക്കെ ആവുന്ന സമയത്ത് കുറച്ച് നാളത്തേക്ക് ക്ലാസ്സുകൾ ഇടും. പിന്നെ നമ്മൾ ക്ലാസ് ഇടത്തില്ല, അല്ലാതെ വീഡിയോസ് ഒന്നും അധികം ചെയ്യുന്നില്ല. അപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് പേയ്മെൻ്റ് ഒക്കെ കിട്ടാൻ ഒരുപാട് ലേറ്റ് ആയെന്ന്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് വീഡിയോസ് ചെയ്ത് അതിൻ്റെ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് ഒരുപാട് വരുമ്പോഴത്തേക്കും നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വൈകും. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പെയ്ഡ് ക്ലാസ്സിനെക്കാട്ടിലും വളരെ ഉപയോഗമാണ്. അതുപോലെ തന്നെ പിന്നെ പേയ്മെൻറ്റ് പോലും വാങ്ങാതെ ക്ലാസ് എടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തു, യൂട്യൂബ് അതിൽ നിന്നും ഞാൻ എടുത്തതിൻ്റെ പേരിൽ എനിക്കൊരു പേയ്മെൻറ്റ് തന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് ആദ്യത്തെ പേയ്മെൻറ്റ് കിട്ടി, അത് തന്നെ വളരെ സന്തോഷമാണ്. ഇപ്പോൾ അഥവാ പേയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഈ നല്ല നല്ല കമൻസ് ഉണ്ടല്ലോ, ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമിന് ഇത്രയും മാർക്ക് വാങ്ങാൻ കഴിയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നത് തന്നെ വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം ഒരാൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഉപയോഗപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിലും കൂടുതൽ ഒരു പൈസ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതൽ ബെനിഫിറ്റാണ്. അപ്പോൾ ചോദിക്കും പൈസ കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ, പൈസ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതുവഴി ഒരു ഏണിങ്സ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉപയോഗമായിരിക്കും. ഇപ്പം എൻ്റെ ഒരു അവസ്ഥ പറയാം, ഞാൻ ആദ്യമേ എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ്, ഒരു 10-12 വർഷം പഴക്കമുള്ള ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പകുതി പോയ ഒരു ലാപ്ടോപ്പായിരുന്നു. ആ ലാപ്ടോപ്പ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയത്. പക്ഷേ അത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്ലാസ് എടുത്തു. പക്ഷേ ഈ ഒരു ടൈപ്പിസ്റ്റ് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെയൊക്കെ ഒരു സമയത്തിന് മുന്നേ ആ ഒരു ലാപ്ടോപ്പ് മൊത്തത്തിൽ ഡിസ്പ്ലേ പോയി കഴിഞ്ഞിട്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എനിക്ക് പുതിയൊരു ലാപ്ടോപ്പ് എടുക്കേണ്ടി വന്നു. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഇതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുവാണെങ്കിൽ ആ ലാപ്ടോപ്പ് EMI എടുത്ത് ഇട്ടാലും അത് അടയ്ക്കാനുള്ള പൈസയെങ്കിലും കുറച്ച് ഇതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു യൂട്യൂബ് റവന്യൂ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതും. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകൾ കണ്ടവർ തന്നെയാണ്, അല്ലാതെ വ്ളോഗ് കണ്ടോ അല്ലാതെ ഷോർട്സ് വീഡിയോ കണ്ടോ വന്നിട്ടുള്ളവരല്ല. കൂടുതൽ പേരും എൻ്റെ ക്ലാസ്സുകൾ കണ്ട് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ്. വളരെ കുറച്ച് പേരെ ഉണ്ടാവും അല്ലാതെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയാണ് പറയാനുള്ളത്. ഞാൻ തുടങ്ങി ഈ ഒരു പൊസിഷൻ വരെ വന്ന് നിൽക്കാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ്. പിന്നെ എത്ര രൂപ ഏണിങ്സ് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഏണിങ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വ്യൂസിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ എത്ര വ്യൂസ് ഉണ്ട്, അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് പേരെ കാണുന്നുള്ളൂ. ഒരുപാട് പേര് കാണുന്നവർക്ക് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഏണിങ്സ് ആവും. ഇപ്പോൾ നമുക്ക് ഏണിങ്സ് കിട്ടണമെങ്കിൽ $100, അതായത് $100 നമ്മുടെ പേയ്മെൻറ്റിൽ, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചേക്കാം. $100 നമ്മുടെ പേയ്മെൻറ്റിൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. എപ്പോഴാണോ $100 കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പേയ്മെൻറ്റ് കിട്ടും. ഒരു മാസം ഒരു 10-ാം തീയതിക്കകത്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 100, 120, 150 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 100 കഴിഞ്ഞ് എത്ര ഡോളർ ആയാലും ഒരു 10-ാം തീയതി, ഒരു മാസം 10-ാം തീയതിക്കകത്ത് വെച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ മാസം ഒരു 21-ാം തീയതിക്ക് 26-ാം തീയതിക്കും അകത്തായിരിക്കും നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടുന്നത്. അതുവരെയുള്ള ഒരു എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതിന് ശേഷമുള്ളത് അടുത്ത മന്തിലേക്കാണ് പോകുന്നത്. അപ്പം എല്ലാ മാസവും നമുക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ മാസവും പേയ്മെൻറ്റ് കിട്ടുന്നവരുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം 1-2 വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ $100 പുറത്ത് പോവുകയാണെങ്കിൽ അവർക്ക് എല്ലാ മാസവും അതനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടും. ഇനി നമ്മൾ കുറച്ച് വ്യൂസൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് 3-4 മാസം കൂടുമ്പോഴായിരിക്കാം ചിലപ്പോൾ പേയ്മെൻറ്റ് കിട്ടുന്നത്, 2 മാസം 3 മാസം. ഇപ്പം എനിക്ക് തന്നെ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ $100 ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വ്യൂസ് കുറവായ അതുകൊണ്ട് പതുക്കെ മാത്രമേ അത് കയറി വരത്തുള്ളൂ. ഇനിയിപ്പം അല്ലാതെ ഞാനിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, ഷോർട്സ് വീഡിയോ ഒക്കെ ഇടാം. അപ്പം ഇടുമ്പോൾ നമ്മൾ നിൽക്കുന്നില്ലല്ലോ, കണ്ടിന്യൂസ് വീഡിയോ ഇടുമ്പോഴത്തേക്കും അതിൽ നിന്ന് ചെറിയ വ്യൂസൊക്കെ വരും. അത് കഴിയുമ്പോൾ ക്ലാസ് ഇടാൻ പറ്റുന്ന സമയത്ത് ക്ലാസ് വിടാം. അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ആദ്യമൊക്കെ എനിക്കിങ്ങനെ ഫേസ് കാണിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കുമല്ലോ, അതുപോലെയുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമേ മോൻ്റെ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴും ഫേസ് കാണിച്ച് ക്ലാസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നമ്മൾ കുറേശ്ശെ ചെയ്ത് വരുമ്പോൾ അത് മാറും, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറും. അങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോസ് എടുക്കാനുള്ള ഒരു
ബുദ്ധിമുട്ടുണ്ട്. വീഡിയോസ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എടുക്കുന്നതിനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ മാറി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസ്, ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാനിതിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അത് ഞാൻ മറുപടി പറയാം. പിന്നെ 1-2 പേര് ഏണിങ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് കമൻറ്റൊന്നും പറയാതിരുന്നത്. പിന്നെ 2-3 വട്ടം ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്ലാസ് ഇപ്പം ഞാൻ എടുക്കാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചതിന് ശേഷമാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് ടൈപ്പ് റൈറ്റിംഗ് അധികമൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം അതിനെ പറ്റിയിട്ട് പഠിച്ചു. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ മേടിച്ചു. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ തന്നെ വാങ്ങി. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടാണ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ക്ലാസ് ബേസിക്കായിട്ട് എടുക്കുന്നത്. ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ടുണ്ടാവണം. എല്ലാവർക്കും നന്ദി.